ഹായ്, എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ. ഞങ്ങളും സുഖമായിരിക്കുന്നു. വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുമായി ഒരു ചെറിയൊരു വിഷയം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ആത്മസംതൃപ്തി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇത് നിങ്ങൾ മുഴുവനായി കേൾക്കാം. എന്നിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല എങ്കിൽ എനിക്കതെങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്ന് ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് മുഴുവനായും കേൾക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ആത്മസംതൃപ്തിയിലാണ് യഥാർത്ഥ ആനന്ദത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. സമാധാനം, സന്തോഷം, തൃപ്തി എന്നിവയിലുള്ള പലപ്പോഴും പുറമേയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സന്തോഷം, സമാധാനം, തൃപ്തി എന്നിങ്ങനെയുള്ളവ പലപ്പോഴും പുറമേയുള്ള കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒന്ന് നോക്കിയാൽ സാധനങ്ങൾ, ബന്ധങ്ങൾ, വിജയം, അംഗീകാരം തുടങ്ങിയവ എല്ലാം തന്നെ പുറമെയുള്ള കാര്യങ്ങളും മാറ്റത്തിനിടയുള്ളതുമാണ്. അത് സ്ഥിരതയോടെ നിൽക്കുന്ന ഒന്നല്ല. അതേസമയം ആത്മസംതൃപ്തി എന്നത് നമ്മുടെ ഉള്ളിലെ നിലപാടാണ്. എൻ്റെ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ നിലപാടാണ്. ആ നിലപാട് എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആത്മസംതൃപ്തി പ്രാപിക്കാനായി കഴിയുള്ളൂ. ഉള്ളിൽ നിന്ന് ഉയരുന്ന സമ്മതം, ഇതെനിക്ക് പോരെ എന്ന ആത്മീക ബോധം, ഇതെനിക്ക് പോരെ എന്നുള്ള ഒരു ആത്മീക ബോധം, ഒരു അവബോധം ഇന്ന് നമുക്ക് സമൂഹത്തിന് ഇല്ലാതിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് പോരാ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായ ഒരു നിലപാടില്ല, എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് പോരാ എന്ന ചിന്ത അകത്തു കിടക്കുന്നത്. ആത്മസംതൃപ്തി ഉള്ളവനാകുന്നു എങ്കിൽ എനിക്ക് ഉള്ളതും മതി എന്ന് പറയുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത് പുറമെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊന്നുമല്ല വളർത്തപ്പെടുന്നത്. ഇത് നിലപാടിൽ നിന്ന് വളർത്തപ്പെട്ടു വരുന്ന ഒരവസ്ഥയാണ്. ആത്മസംതൃപ്തിയുള്ള ഒരാളെ വലുതും ചെറുതുമായ പ്രശ്നങ്ങൾ കൊണ്ട് തകർത്തു കളയുവാൻ കഴിയുന്ന ഒന്നല്ല. നിനക്ക് ആത്മസംതൃപ്തി ഉണ്ടോ, നിനക്ക് നിലപാടുണ്ടോ എങ്കിൽ വലുതും ചെറുതുമായ യാതൊരു പ്രശ്നങ്ങൾ കൊണ്ടും നിന്നെ തളർത്തിക്കളയുവാൻ കഴിയത്തില്ല. ആത്മസംതൃപ്തി എന്ന് പറയുന്നത് കൃത്യതയുടെ ഒരു ബോധമാണ്, കൃത്യമായ ഒരു ബോധമാണ്. കൃത്യമായ ബോധം മനസ്സിന്റെ സമാധാനമാണ്. മനസ്സിന്റെ സമാധാനം ആനന്ദമാണ്. ഒന്ന് നോക്കിയാൽ കൃത്യതയുടെ ബോധം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ അകത്ത് തന്നെ നിനക്ക് ആനന്ദമുണ്ട്. അതിനെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു പ്രശ്നത്തിനും, അത് വലുതോ ചെറുതുമായിക്കൊള്ളട്ടെ, ഒരു കാര്യത്തിനും നിന്നെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് അതിന്റെ പച്ചയായ ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഏതൊരു ദുഃഖവും അതിനെ ബാധിക്കാതെയും
ഏതൊരു ലാഭനഷ്ടം കൊണ്ടും അതിനെ മാറ്റം വരുത്തുവാൻ കഴിയാത്തതുമാണ് ആനന്ദം എന്ന് പറയുന്നത്. കൃത്യമായ നിനക്കൊരു ബോധമുണ്ടെങ്കിൽ ഏതൊരു ദുഃഖം കൊണ്ടും അതിനെ ബാധിക്കാതെ, ഏതൊരു ലാഭനഷ്ടം കൊണ്ടും അതിനെ മാറ്റം വരുത്തുവാൻ കഴിയാത്ത ഒന്നാണ് ആനന്ദം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് നീ ആത്മാവിൽ നിന്ന് ആത്മാവിനെ കാണുമ്പോഴാണ്, ആത്മത്തിൽ നിന്ന് ആത്മാവിനെ കാണുമ്പോഴാണ് ആ ആനന്ദം സത്യമായ ആനന്ദമെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നിനക്ക് ആത്മസംതൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നീ ആത്മസംതൃപ്തിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ ആത്മാവിന്, നിന്റെ ഹൃദയത്തിന് നിനക്ക് ഒരു കൃത്യമായ അവബോധമുണ്ടാകണം. ആ അവബോധം നിനക്കുണ്ടെങ്കിൽ നിനക്ക് മനസ്സിന് സമാധാനമുണ്ടാകും. മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ തകർത്തു കളയാൻ കഴിയാത്ത ഒരാനന്ദമുണ്ടാകും. അതാണ് ആത്മസംതൃപ്തി എന്ന് പറയുന്നത്. ഇന്ന് ആത്മസംതൃപ്തി പ്രാപിക്കുവാൻ നിനക്ക് കഴിയുന്നു എങ്കിൽ, നിന്നെ പരാജയപ്പെടുത്തുവാൻ, നിന്നെ തോൽപ്പിക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല. നിന്റെ പക്ഷത്ത് തന്നെയായിരിക്കും അന്തിമ വിജയം എന്നുള്ളത്. അതിന് സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.